ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കാമ്പ് വെച്ച് വറവുണ്ടാക്കിയാലോ. ഇത് പലയിടങ്ങളിലും പല പേരുകളിലാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കാമ്പ് എന്നാണ് പറയുന്നത്. ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട്. ഇത് വെച്ച് സൂപ്പ് വരെ ഉണ്ടാക്കും. ഒരു തവണ ഞാൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ വറവുണ്ടാക്കാമെന്ന് വിചാരിച്ചു. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് തുടങ്ങിയാലോ. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് വാഴകളൊക്കെ ഉള്ളതുകൊണ്ട് അധിക ദിവസങ്ങളിലും കാമ്പ് വറവ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു. അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഒത്തിരി നാരുകളൊക്കെ ഉള്ളത് എടുത്ത് മാറ്റുകയാണ്. നാര് നല്ലതാണ്, എന്നിരുന്നാലും ഒരുപാട് നാരുകളാകുമ്പോൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ ഇതിലോട്ടാണ് കട്ട് ചെയ്യാനിടുന്നത്. അപ്പോൾ ആ ബ്ലേഡിനുള്ളിൽ എല്ലാ നാരുകളും ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഞാൻ വലിയ നാരുകളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ചെറിയൊരു പീസ് കൂടെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി. അതുകൂടെ ഞാൻ കട്ട് ചെയ്ത് അതിലോട്ടിടുകയാണ്. ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യാം. ഈ ബീട്രൂട്ട് ആയാലും ക്യാരറ്റ് ആയാലും അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിഞ്ഞിട്ടും. അല്ലെങ്കിൽ ഒത്തിരി നേരം എടുക്കും. കാമ്പൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതാ നോക്കൂ, ചെറിയ കുനുകുനാ നല്ല സൈസിൽ വന്നിട്ടുണ്ട്. എത്രയേറെ ചെറുതാക്കുന്നോ അത്രയേറെ അതിന് ടേസ്റ്റ് കൂടുമെന്നാണ്. അത് ശരിയാണ് കേട്ടോ, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ കുറച്ച് വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അത്ര കിട്ടില്ല. ചെറുതായി അരിയുമ്പോൾ ടേസ്റ്റ് കിട്ടും. അങ്ങനെ അത് റെഡിയാക്കി അതിനുശേഷം അതിലോട്ടിടേണ്ട ഉള്ളി കട്ട് ചെയ്യാണ്. ഉള്ളിയും പച്ചമുളകുമാണ് ഇടുന്നത്. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി സെറ്റാക്കി അതിനുശേഷം സ്റ്റൗവിലോട്ട് വെച്ചു, അടച്ചു വെച്ചു. അപ്പോൾ അതിലേക്ക് ഇടേണ്ട വെളുത്തുള്ളി സെറ്റ് ചെയ്യാണ്. വെളുത്തുള്ളി ലാസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ചതച്ച് ഇടേണ്ടതാണ്. അപ്പോൾ ഞാനത് തോല് പൊളിച്ച് സെറ്റാക്കുകയാണ്. ഏകദേശം സംഭവം വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ തേങ്ങയും കൂടെ ആഡ് ചെയ്യാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, തേങ്ങ ആഡ് ചെയ്തു, വീണ്ടും നന്നായിട്ട് ഇളക്കി